ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണം കടിപ്പിച്ച് UDFും LDFും വ്യാജ വോട്ടേഴ്സിനെ കണ്ടെത്താൻ വ്യാപക പരിശോധനയ്ക്കായാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. 30,000-ലധികം വോട്ടുകൾ തൃശൂരിൽ ചേർത്തു എന്നാണ് CPIM പ്രതികരണം. അതേസമയം തൃശൂർ ലോക്സഭാംഗം കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് KSU പോലീസിൽ പരാതി നൽകി. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി തെളിവുകളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ UDFും LDFും ആരോപണം ഉന്നയിക്കുന്നത്. തൃശൂരിലുണ്ടായത് ഗൗരവമേറിയ സംഭവമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത് തൃശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അവിടെ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ്. തൃശൂരിൽ വ്യാജ മേൽവിലാസം നൽകി വോട്ടേഴ്സിനെ ചേർത്തെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തു. തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു. അതേസമയം സ്ഥലം MPയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് KSU തൃശൂർ ജില്ലാ ഘടകം പോലീസിൽ പരാതി നൽകി. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂർ ഓഫീസിന് പോലീസ് സുരക്ഷ കൂട്ടി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.